ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫ്രാങ്ക്ലിൻ സർ. അപ്പോൾ മക്കളെ, നിങ്ങൾ എല്ലാവരും കീം എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, ഇന്ത്യസ് നമ്പർ 1 എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കീം ക്ലാസ്സസ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കീം എക്സാമിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മക്കളെ ഫിസിക്സിലെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ആയിട്ട് പോകുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. എല്ലാവരും ഈ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ടിപ്സും ട്രിക്സും ഷോർട്ട് കട്ട്സും എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞിരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? സോ യെസ്, അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കും, എ ബോഡി ഓഫ് മാസ് m ഈസ് അറ്റ് ഇക്വിലിബ്രിയം അണ്ടർ ദ ആക്ഷൻ ഓഫ് 4 ഫോഴ്സസ് അല്ലെ. അപ്പൊ ഒരു ബോഡി ഉണ്ട്, ആ ബോഡിയുടെ മാസ് എന്ന് പറയാൻ തന്നിട്ടുണ്ട്, എം എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. ഈ ബോഡിയുടെ എം മാസ് ഉള്ള ബോഡി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലാണ്. ആ ഒരു ടേം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടേം? നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അണ്ടർ ദ ആക്ഷൻ ഓഫ് 4 ഫോഴ്സസ് F1, F2, F3 ആൻഡ് F4. 4 ഫോഴ്സസ് ഉണ്ട്, F1, F2, F3, F4. ഓക്കെ, if F1 is removed from the body, then the body moves with an acceleration of. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ചോദ്യം പറയുന്നത് മക്കളെ, ഇവിടെ 4 ഫോഴ്സസ് ഉണ്ട് അല്ലെ. 4 ഫോഴ്സസ് F1, F2, F3, F4 എന്ന് പറയുന്ന 4 ഫോഴ്സസ് ഒരു ബോഡിയിൽ, എം മാസ് ഉള്ള ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇക്വിലിബ്രിയത്തിലാണ് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അതിൽ നിന്നും നമ്മൾ F1 എന്ന് പറയുന്ന ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. F1 എന്ന് പറയുന്ന ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ബോഡിക്ക് എന്തുണ്ടാവുന്നു, ഒരു ആക്സിലറേഷൻ ഉണ്ടാവുന്നു. ആ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് വളരെ കോംപ്ലക്സ് ആയിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നിങ്ങൾ പറഞ്ഞു തരട്ടെ, ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ടേം പറയുന്നുണ്ടല്ലോ മക്കളെ, ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് സ്റ്റേറ്റിക് ഇക്വിലിബ്രിയം ഉണ്ട്, വേറൊന്നെന്ന് പറയുന്നത് ഡൈനാമിക് ഇക്വിലിബ്രിയം ഉണ്ട്. സ്റ്റേറ്റിക് ഇക്വിലിബ്രിയം ഉണ്ട്, അതേപോലെ എന്തെണ്ടാ, അതേപോലെ ഡൈനാമിക് ഇക്വിലിബ്രിയം ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്താണ്, ആ ബോഡി എന്തായിരിക്കും, ആ ബോഡി റെസ്റ്റിലായിരിക്കും. ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സമയത്ത് ആ ബോഡി ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോ റെസ്റ്റിൽ ഇരിക്കുന്നതാണെങ്കിൽ അത് സ്റ്റേറ്റിക് ഇക്വിലിബ്രിയം ആണ്. ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നെങ്കിൽ അതെന്ന് പറയുന്നത് ഡൈനാമിക് ഇക്വിലിബ്രിയം ആണ്. ക്ലിയർ അല്ലേ? ഈ കേസിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നതായിരിക്കും 0 ആയിരിക്കും. ആക്സിലറേഷൻ പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് F1 എന്ന് പറയുന്നത് ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ മാത്രമേ ആ ബോഡിക്ക് എന്തുണ്ടാവുന്നുള്ളൂ, ആക്സിലറേഷൻ ഉണ്ടാവുന്നുള്ളൂ. ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? ആ ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഒരു ബോഡി ഉണ്ട്. ഓക്കെ, ഈ ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് m ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ബോഡിയിൽ 4 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇങ്ങനെ ആണ് വരയ്ക്കുന്നത്. ഓക്കെ, F1, F2, F3, F4 ഇങ്ങനെ 4 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇതിൽ നിന്നും എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ F1 എന്ന് പറയുന്ന ഫോഴ്സ് എന്താ സംഭവിക്കുന്നത്, ക്യാൻസൽ ആയി പോവാ. ഓക്കെ, കാരണം ഇവിടെ 4 ഫോഴ്സും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലെ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലെ, ഇങ്ങനെ നിൽക്കുന്നുണ്ട്. F1, F2, F3, F4 അല്ലെ, 4 ഫോഴ്സസ് നിൽക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, F1 നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. F1 നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ആ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ആക്സിലറേഷൻ ഉണ്ടാകും. എന്ത് സംഭവിക്കും, ആക്സിലറേഷൻ ഉണ്ടാവും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, അപ്പൊ F1 എന്ന് പറയുന്നത് സംഭവിച്ചിട്ടുണ്ട്. F1 എന്ന് പറയുന്നത് ഇവിടെ ക്യാൻസൽഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും, നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ മക്കളെ? ഇവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സിഗ്മ എഫ് എന്ന് പറയുന്നത് 0 ആണ്. നിങ്ങൾക്ക് ആ തിയറി കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇവിടെ ഈ ഫോഴ്സ് ക്യാൻസൽഡ് ആണ്, F1 ക്യാൻസൽഡ് ആണ്. സോ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സിഗ്മ എഫ് ഈക്വൽ ടു എന്താണ് മക്കളെ, 0 ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? റെഡി അല്ലേ? റെഡി അല്ലേ? ഓക്കെ, അപ്പോ ഇവിടെ ശ്രദ്ധിച്ചേ, F1 എന്ന് പറയുന്നത് എന്താണ്, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ma. ന്യൂട്ടൺസ് ലോ നിങ്ങൾക്ക് അറിയാം, F ഈസ് ഈക്വൽ ടു ma. അങ്ങനെയാണ് F1 ഈസ് ഈക്വൽ ടു ma. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ A ഈസ് ഈക്വൽ ടു എന്താണ്, A ഈസ് ഈക്വൽ ടു F1 by m. A ഈസ് ഈക്വൽ ടു F1 by m. ഇതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. യെസ്, യു ഗോട്ട് ഇറ്റ്. A ഈസ് ഈക്വൽ ടു F1 by m. അപ്പൊ ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. റെഡി അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ. ക്ലിയർ അല്ലേടാ? റെഡി? ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, നോക്കാം. When a cricketer catches a ball
ഇൻ 30 seconds. ഒരു ക്രിക്കറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബോൾ ക്യാച്ച് ചെയ്യുന്നുണ്ട്, 30 സെക്കൻഡ് ടൈമാണ് ആ ഒരു ക്യാച്ചിങ്ങിന് എടുത്തിരിക്കുന്നത്. ഓക്കെ, ദ ഫോഴ്സ് റിക്വയർഡ് ഈസ് 2.5 ന്യൂട്ടൺ. ക്ലിയർ? ദ ഫോഴ്സ് റിക്വയർഡ് ടു ക്യാച്ച് ദാറ്റ് ബോൾ ഇൻ 50 seconds. അതായത് ഇവിടെ രണ്ട് സിനേറിയോസ് ആണ് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് സിനേറിയോസ്? ഇവിടെ നോക്കിക്കേ, ഒരു ക്രിക്കറ്റർ ബോൾ ക്യാച്ച് ചെയ്യുന്നുണ്ട്, ടൈം എത്ര ഉണ്ട്, 30 seconds ആണ്. റിക്വയർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് 2.5 ന്യൂട്ടൺ ആണ്. ഇത് ഒരു സിനേറിയോ. സെക്കൻഡ് സിനേറിയോ എന്താ പറയുന്നത്, ബോൾ ക്യാച്ച് ചെയ്യുന്നത് 50 സെക്കൻഡ്സിലാണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് റിക്വയർഡ് എത്ര? ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, രണ്ട് കേസസ് ആണുള്ളത് അല്ലെ. അപ്പൊ രണ്ട് കേസസിൽ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എത്രയാ, T1 ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ, 30 seconds. ക്ലിയർ അല്ലേ? അതേപോലെ F1 എന്ന് പറയുമ്പോൾ എത്രയാ, F1 എന്ന് പറയുമ്പോൾ 2.5 ന്യൂട്ടൺ. 2.5 ന്യൂട്ടൺ. ക്ലിയർ അല്ലേ? ഇതെന്ന് പറയുന്ന ഫസ്റ്റ് കേസ് സിനേറിയോ. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് സിനേറിയോ എന്താണ്? സെക്കൻഡ് കേസ് സിനേറിയോ എന്ന് പറയുമ്പോൾ T2 ടൈം 2 എന്ന് പറയുമ്പോൾ 50 seconds ആണ് അല്ലെ. അതേപോലെ F2 എന്ന് പറയുന്നത് എന്താണ് നമുക്ക് അറിയില്ല, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് സെക്കൻഡ് കേസ് സിനേറിയോ. ഇതെന്ന് പറയുന്നത് സെക്കൻഡ് കേസ് സിനേറിയോ അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫോഴ്സും ടൈമാണ് വന്നിരിക്കുന്നത്. ഫോഴ്സും ടൈമാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട എന്താണ്, ഫോഴ്സും ടൈമും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്ത് ഇക്വേഷൻ? യെസ്, ഇമ്പൾസിന്റെ ഇക്വേഷൻ. ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്താ പറയുന്നത്? ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്താ പറയുന്നത് മക്കളെ? I ഈസ് ഈക്വൽ ടു F ഇൻറ്റു ടി എന്ന് പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അറിയാലോ. I ഈസ് ഈക്വൽ ടു F ഇൻറ്റു ടി. റെഡി? അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസ് സിനേറിയോ നോക്കാം. ഓക്കെ, ഫസ്റ്റ് സിനേറിയോ നോക്കാം. എന്താണ് ഈ ഫസ്റ്റ് സിനേറിയോയില്? ഈ ഒരു സിനേറിയോയില് നമുക്ക് ഇമ്പൾസ് കണ്ടുപിടിക്കാം. ഇമ്പൾസ് എങ്ങനെ കണ്ടുപിടിക്കും? I ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. ഇവിടെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എത്രയാ, 2.5, ടൈം എന്ന് പറയുമ്പോൾ 30. ഓക്കെ, 2.5 ഇൻറ്റു 30. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇമ്പൾസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 75. ഇമ്പൾസിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തെന്ന് പറയുന്നത് സെക്കൻഡ് കേസ് സിനേറിയോ. സെക്കൻഡ് കേസ് എന്താണ്? അവിടെ ഇമ്പൾസ് I ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ? Ft ആണ്. അപ്പൊ അവിടെ F2 ഇൻറ്റു ടി അല്ലെ. ഈ F2 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ F2 ഈസ് ഈക്വൽ ടു എന്താണ്? I ഡിവൈഡഡ് ബൈ ടി അല്ലേ. I എന്ന് പറയുമ്പോൾ ഇമ്പൾസ് ആണ്, എത്ര? 75. 75 ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം എത്ര? 50 seconds. 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 ന്യൂട്ടൺ. 1.5 ന്യൂട്ടൺ. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏതാണ്? യെസ്, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അതായത് 1.5 ന്യൂട്ടൺ ആണ് ആൻസർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലടാ, വളരെ സിമ്പിൾ അല്ലേ? റെഡി അല്ലേ? റെഡി അല്ലേ? റെഡി അല്ലേ? ഓക്കെ, ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എ ബുള്ളറ്റ് ഓഫ് 10 gram മൂവിങ് അറ്റ് 250 meter per second. അതായത് 10 gram ഭാരമുള്ള ഒരു ബുള്ളറ്റ് എന്ന് പറയുന്നത് 250 meter per second സ്പീഡിൽ പോകുന്നുണ്ട്. ഇതെന്താ സംഭവിക്കുന്നത്? പെനിട്രേറ്റ്സ് 5 centimeter into a tree limb before coming to rest. അതെന്താ വെച്ചാ, ഒരു തടിക്കഷ്ണം ഉണ്ട്. ഈ തടിക്കഷ്ണത്തിൽ എന്തുണ്ട്? 5 centimeter ഉള്ളിലേക്ക് ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? റെസ്റ്റിലേക്ക് വരുന്നു. റെസ്റ്റിലേക്ക് വരുന്നു പറയുമ്പോൾ നിങ്ങൾ മൈൻഡിൽ മനസ്സിലാക്കണം എന്താണ്? ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. അസ്യൂമിങ് യൂണിഫോം ഫോഴ്സ് ബീയിങ് എക്സേർട്ടഡ് ബൈ ദ ട്രീ ലിംബ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ്. അതായത് ബുള്ളറ്റ് ഈ തടിക്കഷ്ണത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ ട്രീ അല്ലെ, ഈ മരത്തിന്റെ ഈ കഷ്ണല്ലേ, വുഡൻ ബ്ലോക്ക്, ഇത് തിരിച്ചൊരു റെസിസ്റ്റൻസ് ഫോഴ്സ് കൊടുക്കും. കണ്ടോ? അതാണ് പറയുന്നത് അസ്യൂമിങ് യൂണിഫോം ഫോഴ്സ് ബീയിങ് എക്സേർട്ടഡ് ബൈ ദ ട്രീ ലിംബ്. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സസ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഡയഗ്രാം വരച്ചുതരാം. ഓക്കെ, ഞാൻ ഇതിന്റെ ഒരു ഡയഗ്രാം വരച്ചുതരാം. ഇവിടെ നോക്കിയേ. ഓക്കെ, ഇതൊരു ട്രീ ലിംബാന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു ട്രീ ലിംബാണ് വിചാരിക്കാം. റെഡി അല്ലേ മക്കളെ? ഓക്കെ, അപ്പോ എന്താ സംഭവിക്കുന്നത്? ഒരു വെലോസിറ്റിയിൽ ഒരു ബുള്ളറ്റ് വരുന്നുണ്ട്. അപ്പൊ V1 വെലോസിറ്റിയിൽ ബുള്ളറ്റ് വരുന്നുണ്ട്. ഇവിടെ എത്തിയ സമയത്ത് എന്ത് സംഭവിച്ചു? സ്റ്റോപ്പായി. അപ്പൊ V2 ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 ആണ് അല്ലെ. അപ്പൊ ഈ ദൂരം എന്ന് പറയുന്നത് 5 centimeter ആണ്. ഈ ദൂരം എന്ന് പറയുന്നത് എത്രയാടാ? ഈ ദൂരം എന്ന് പറയുന്നത് എത്രയാ? 5 centimeter ആണ്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ഇല്ലല്ലോ. റെഡി അല്ലേ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഇത് നോക്കാം. ഓക്കെ, M ഈസ് ഈക്വൽ ടു 10 gram ആണ് അല്ലേ. M ഈസ് ഈക്വൽ 10 gram. ഇതിനെ കിലോഗ്രാമിലേക്ക് മാറ്റിക്കടാ. എങ്ങനെയാ? 10 ഡിവൈഡഡ് ബൈ 1000 kilogram. നിങ്ങൾക്ക് അറിയുന്ന കേസാണല്ലോ. അതേപോലെ ഡിസ്പ്ലേസ്മെന്റ്, അതായത്
ബുള്ളറ്റ് തടിക്കഷ്ണത്തിന്റെ എത്ര ഉള്ളിലേക്ക് പോയി? യെസ്, 5 സെന്റിമീറ്റർ ഉള്ളിലേക്ക് പോയി. ദാറ്റ് ഈസ് 5 into 10⁻⁻2 മീറ്റർ. കാരണം സെന്റിമീറ്റർ എന്താക്കണം, മീറ്ററിലാക്കണം. ക്ലിയർ അല്ലേ? റെഡി അല്ലടാ? ദെൻ എന്താണ് വെലോസിറ്റി? v1 ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്. എത്രയാടാ ബുള്ളറ്റ് വന്ന വെലോസിറ്റി? എത്രയാ? 250 മീറ്റർ പെർ സെക്കൻഡ്. v2 എന്ന് പറയുമ്പോൾ 0. ഓക്കെ, റെഡി? അതിൽ ഒരു സംശയം വേണ്ട. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? യെസ്, ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ma. നമുക്ക് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം അല്ലേ മക്കളെ? ഇവിടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. കാരണം ആക്സിലറേഷൻ എടുത്ത് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് വേറൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ദാറ്റ് ഈസ് v² - u² ഈസ് ഈക്വൽ ടു 2as എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ v എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി ആണ്. ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഓക്കെ, നമ്മൾ മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. അപ്പോ 0² - u² എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്, ദാറ്റ് ഈസ് 250², ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into ആക്സിലറേഷൻ എന്ന് പറയുന്നത് എങ്ങനെ എടുക്കണം? നെഗറ്റീവായി എടുക്കണം. കാരണം ഇപ്പൊ നോക്കിയേ, നല്ല രീതിയിൽ വരുന്ന ഒരു ബുള്ളറ്റ് അല്ലേ, നമ്മൾ ഒരു വുഡൻ ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. നോക്കിയടാ, വുഡൻ ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പൊ എന്താ സംഭവിക്കുക? ആക്സിലറേഷൻ കുറഞ്ഞ് വന്നിട്ടായിരിക്കും അവസാനം അത് നിൽക്കുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ കുറയുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് റിട്ടാർഡേഷൻ ആണ്. അത് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. സോ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് -a ആണ്. പല കുട്ടികൾക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് അവിടെയാണ്. അവർ മൈനസ് എടുക്കില്ല. റിട്ടാർഡേഷൻ ആണെന്നുള്ള കാര്യം മറന്നു പോവുക. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ അത്. അപ്പോ ആക്സിലറേഷൻ കുറഞ്ഞു വരുന്നുണ്ടോ എങ്കിൽ അവിടെ മൈനസ് കൊടുക്കുക. അത് റിട്ടാർഡേഷൻ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഇൻഡു എന്താണ്? യെസ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് വുഡൻ ബ്ലോക്കിൽ എത്രത്തോളം പെനിട്രേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ എസ് എന്ന് പറയുന്ന ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് വെച്ചിട്ടുണ്ട്. 5 into 10⁻². 5 into 10⁻². ക്ലിയർ അല്ലടാ? അടുത്ത് എന്ത് ചെയ്യുക? ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുക. then you will get the acceleration, that is 625,000 എന്ന് നിങ്ങൾക്ക് ആക്സിലറേഷൻ കിട്ടും. റെഡി അല്ലേ മക്കളെ? റെഡി അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഇനി ഡയറക്ട്ലി ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്താണ്? F is equal to ma. m എന്ന് പറയുമ്പോൾ എന്താണ്? m എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉണ്ട് 10/1000 into a എന്ന് പറയുമ്പോൾ 625,000 വെട്ടിപ്പോ. അങ്ങനെയാണെങ്കിൽ that is equal to 6250 ന്യൂട്ടൺ എന്ന് കിട്ടും. 6250 ന്യൂട്ടൺ എന്ന് കിട്ടും. That is option E is the right answer. ഓക്കേടാ? അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? റെഡി. On a conveyor belt moving with a speed u, sand falls at a constant rate dm/dt. അതായത് ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ട്. ഓക്കെ, ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ട്. അതായത് നോക്കിക്കേ, ഇങ്ങനെ പോകുന്ന ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ പോകുന്ന ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ട്. അപ്പൊ ഈ കൺവെയർ ബെൽറ്റിൽ എന്തുണ്ട്? കുറെ സാൻഡ് ഉണ്ട്. ഓക്കെ, കൺവെയർ ബെൽറ്റിൽ കുറെ സാൻഡ് ഉണ്ട്. അപ്പൊ ഈ സാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബെൽറ്റിൽ നിന്നും താഴേക്ക് വീഴുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾ ഇങ്ങനത്തെ കൺവെയർ ബെൽറ്റ്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ. റെഡി. അപ്പോ ഇത് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് യു. ഈ കൺവെയർ ബെൽറ്റ് പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത് യു എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സാൻഡ് ഫോൾസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്. ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. സാൻഡ് ഫോൾസ് അറ്റ് കോൺസ്റ്റന്റ് റേറ്റ്. ഓക്കെ, അപ്പൊ മണ്ണ് എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണ് ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെയാണ് ഇങ്ങനെ തന്നിരിക്കുന്നത് dm/dt എന്ന് തന്നിരിക്കുന്നത്. എന്താണ്? dm/dt. ഓക്കെ, ഈ dm/dtക്ക് വേറൊരു പേരും കൂടെ പറയാം. എന്താണ്? റേറ്റ് ഓഫ് മാസ് ഫ്ലോ എന്നും പറയാം. ഓക്കെ, റേറ്റ് ഓഫ് മാസ് ഫ്ലോ. അതായത് ഒരു certain ടൈമിൽ എത്ര മാസ് എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണ് താഴേക്ക് പോകുന്നുണ്ട്. ഇത് മണ്ണ് മാത്രമല്ല, എന്തും ആവാം. മണ്ണാവാം, ഇരുമ്പാവാം, വെള്ളമാവാം, എന്തും ആവാം. ഓക്കെ, ഇപ്പൊ റേറ്റ് ഓഫ് മാസ് ഫ്ലോ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് മക്കളെ? dm/dt എന്ന് പറയുന്നത്. dm/dt. ഇതിൽ m എന്ന് പറയുമ്പോൾ മാസാണ്, t എന്ന് പറയുമ്പോൾ ടൈം ആണ്. ക്ലിയർ അല്ലേ? ദെൻ എന്താണ്? കൺവെയർ ബെൽറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? u എന്ന് തന്നിട്ടുണ്ട്. കൺവെയർ ബെൽറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് u എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ where m is the mass of sand. Okay, sand അല്ല, sand. The extra force required to maintain the speed of the belt is. ഇവിടെ വീണ്ടും കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫോഴ്സ് ആണ്.
what is the extra force required to maintain the speed of the belt? Okay, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. എക്സ്ട്രാ ഫോഴ്സ് required to maintain the speed of the belt. ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. കോൺസെപ്റ്റ് പഠിച്ചോ. അതായത് നോക്കിക്കേ, റേറ്റ് ഓഫ് മാസ് ഫ്ലോ അതായത് dm/dt is multiplied by speed u ആണെങ്കിൽ, അതായത് ശ്രദ്ധിക്കുക, റേറ്റ് ഓഫ് മാസ് ഫ്ലോ ഇൻറ്റു വെലോസിറ്റി ആണെങ്കിൽ, എന്താണ് മക്കളെ പഠിച്ചോ, റേറ്റ് ഓഫ് മാസ് ഫ്ലോ ഇൻറ്റു വെലോസിറ്റി ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൊമെന്റം പെർ സെക്കൻഡ് ആണ്. എന്താണ്? മൊമെന്റം പെർ സെക്കൻഡ് ആണ്. എന്താണ്? മൊമെന്റം പെർ സെക്കൻഡ്. ഈ മൊമെന്റം പെർ സെക്കൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോഴ്സ്. എന്ത് പറയും? ഫോഴ്സ്. നിങ്ങൾക്ക് വേറെ എവിടെ ഇങ്ങനത്തെ കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല മക്കളെ. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. പഠിച്ചോ. നോക്ക്, ദ റേറ്റ് ഓഫ് മാസ് ഫ്ലോ ഇൻറ്റു സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം പെർ സെക്കൻഡ് ആണ്. മൊമെന്റം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താടാ? ഫോഴ്സ് ആണ്. മൊമെന്റം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോ നമുക്ക് എക്സ്ട്രാ ഫോഴ്സ് ആണ് അറിയേണ്ടത്. നോക്കിക്കേ, ഇവിടെ എവിടെയോ ഉണ്ട്. യെസ്, കണ്ടോ? u into dm/dt. u into dm/dt. ക്ലിയർ അല്ലേ? റെഡി അല്ലേടാ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കൂ, ഓക്കെ, യെസ്. നോക്കിയാടാ, a brick of mass 2 kilogram slides down an incline of height 5 meter. ഓക്കെ, ഒരു 2 കിലോഗ്രാം മാസ് ഉണ്ട്, അതിങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ സ്ലൈഡ് ചെയ്ത് വരുന്നുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഓക്കെ, ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്ത് വരണം? ഇമേജ് വരണം. ഓക്കെ, നമ്മുടെ പിക്ചർ വരണം. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഓഫ് ദ ഇൻക്ലൈൻ ഈസ് 1/2√3. ഓക്കെ, the velocity of the block at the bottom of the incline is. അതെ, ഈ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസിന്റെ ബോട്ടത്തിൽ ഉണ്ടാവുന്ന വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് എത്രയാ? 1/2√3. ഓക്കെ, അസ്യൂം ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സാധാരണ നമ്മൾ 9.81 ആണ് എടുക്കുന്നത്. സംടൈംസ് ക്വസ്റ്റ്യനിൽ തന്നെ തരും, അത് 10 ആയിട്ട് എടുത്തോളൂ. ദാറ്റ് ഈസ് 9.81 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10, റൈറ്റ്? ഓക്കെ, അപ്പൊ അതുകൊണ്ട് 9.81 എന്ന് പറയുമ്പോൾ സമയത്ത് നമുക്ക് ഡെസിമൽ ഒക്കെ വരുന്നതുകൊണ്ട് കാൽക്കുലേഷൻ ബുദ്ധിമുട്ടുണ്ടാവും, കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? 10 ആയിട്ട് എടുക്കുക. പക്ഷേ ഓപ്ഷനിലുള്ള അതേ ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടണമെന്നില്ല. പക്ഷെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ടൊക്കെ കിട്ടും, നിങ്ങൾക്ക് പ്രശ്നമില്ല. ഓക്കെ, സോ 9.81 ഓർ 10 എടുക്കുക. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവില്ല, തന്നിട്ടില്ലെങ്കിൽ 10 ആയിട്ട് എടുത്ത് ചെയ്യുന്നത് നല്ലത്. ഓക്കെ, റെഡി അല്ലേ? നമുക്ക് ഇതിന്റെ ഒരു ഡയഗ്രാം വരച്ചു നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡയഗ്രാം വരച്ചു നോക്കാം കേട്ടോ. ഡയഗ്രാം വരച്ചു നോക്കിയാലോ? ഓക്കെ, ഡൺ. ഓക്കെ അല്ലേ? ശരി. അപ്പോ ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻക്ലൈൻഡ് സർഫസ്. നമുക്കറിയാം ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, അവിടെ ഒരു ബ്ലോക്ക് വെച്ചു. ക്ലിയർ അല്ലേ? റെഡി ആണോ നിങ്ങൾ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഹൈറ്റ് എന്ന് പറയുന്നത്. ദിസ് വൺ ഇസ് ദ ഹൈറ്റ്. ഓക്കെ, ഹൈറ്റ് എത്ര തന്നിട്ടുണ്ട്? 5 മീറ്റർ തന്നിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് 5 മീറ്റർ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഓക്കെ, റെഡി അല്ലേ? ഇനി ശ്രദ്ധിച്ചു, ഇനി വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന്റെ മാസ് എന്ന് പറയുന്നത് 2 കിലോഗ്രാം ആണ്. ഇതിന്റെ മാസ് എന്ന് പറയുന്നത് 2 കിലോഗ്രാം ആണ്. റെഡി അല്ലേ? ഓക്കെ, മാസ് എന്ന് പറയുന്നത് 2 കിലോഗ്രാം ആണ്. ആൻഡ് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് നേരെ താഴേക്ക് ആക്ട് ചെയ്യുക. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് നേരെ താഴേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ? ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് mg. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താടാ? mg. റെഡി അല്ലേ?
ഓക്കെ, ദെൻ അതേപോലെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കും. ഓക്കെ, ഇതായിരിക്കും ഇതിന്റെ കോസ് കമ്പോണന്റ്. ഇതാണ് ഇതിന്റെ കോസ് കമ്പോണന്റ്. ദിസ് ഈസ് ദ എം ജി കോസ് തീറ്റ. ദിസ് ഈസ് ദ എം ജി കോസ് തീറ്റ. ഓക്കെ, തീറ്റ എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി. ഇതാണ് അതിന്റെ കോസ് കമ്പോണന്റ്. ഇതാണ് നമ്മുടെ കോസ് കമ്പോണന്റ്. റെഡി അല്ലേ? റെഡി അല്ലേ? അതായത് വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് എം ജി കോസ് തീറ്റ. ഇവിടെ കോയിഫിഷ്യൻ ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. കോയിഫിഷ്യൻ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? കോയിഫിഷ്യൻ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മ്യൂ ഈസ് ഈക്വൽ ടു 1/2√3 എന്ന് കോയിഫിഷ്യൻ ഓഫ് ഫ്രിക്ഷൻ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ഈ ബ്ലോക്കിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഈ ബ്ലോക്കിന്റെ ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിക്കുക? ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഇപ്പൊ തന്നെ പഠിച്ചു. എ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ. എ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ. ഇനി എന്ത് ചെയ്താൽ മതി? ഡയറക്ട്ലി ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഡയറക്ട്ലി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തോ. ഓക്കെ, അതായത് എ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് സ്മോൾ ജി എന്ന് പറയുന്നത് 10 ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എത്രയാടാ? 30 ഡിഗ്രി മൈനസ് മ്യൂ കോസ് 30 ഡിഗ്രി. മ്യൂ നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. മ്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ്? മ്യൂ എന്ന് പറയുമ്പോൾ 1/2√3. ഓക്കെ, കോസ് 30. ക്ലിയർ അല്ലേടാ? ഓക്കെ, ഇനി എ ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു സൈൻ 30. സൈൻ 30 എന്ന് പറയുമ്പോൾ 1/2 ആണ്. ഓക്കെ, ദെൻ മൈനസ് 1/2√3 ഇൻറ്റു കോസ് 30 എന്ന് പറയുമ്പോൾ എത്രയാടാ? √3/2. അപ്പൊ എ ഈസ് ഈക്വൽ എത്ര വരും? എ ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 1/2 മൈനസ് 1/4 എന്ന് വരും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. റെഡി അല്ലേ? കഴിഞ്ഞോ? ഇല്ല. കാരണം എന്താ? ഇവിടെ ചോദിക്കുന്നു. ഇവിടെ നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കാൻ. ഇവിടെ നോക്കിക്കേ, the velocity of the block at the bottom. വെലോസിറ്റി ഓഫ് ദ ബ്ലോക്ക് അറ്റ് ദ ബോട്ടം ഈസ്. വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആക്സിലറേഷൻ വരെ എത്തി. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് ഈ പറഞ്ഞ ഇൻക്ലൈൻഡ് സർഫസിന്റെ ലെങ്ത് എത്രയെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇൻക്ലൈൻഡ് സർഫസിന്റെ ലെങ്ത് എത്രയെന്ന് കണ്ടുപിടിക്കണം. ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലടാ? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളുടെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ ഇതെന്ന് പറയുന്നത്? റൈറ്റ് ആംഗിൾ ട്രയാംഗിളുടെ ഹൈപ്പോട്ടന്യൂസ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഇതിന് ലെങ്ത്തിന് ഞാൻ എസ് എന്ന് കൊടുത്തു. ഓക്കെ, സോ ലെങ്ത് ഓഫ് ദ ഇൻക്ലൈൻഡ് സർഫസ്. ലെങ്ത് ഓഫ് ദ ഇൻക്ലൈൻഡ് സർഫസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു, നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് എന്താണ്? നമുക്ക് എന്ത് ചെയ്യാം? സൈൻ കമ്പോണന്റ് എടുക്കാം അല്ലെ? അങ്ങനെയാണെങ്കിൽ എസ് ഈക്വൽ ടു height divided by sin 30. S equal to height divided by sin 30. എന്താണ്? the height divided by sin of 30 ചെയ്താൽ നമുക്ക് ഈ ഒരു ലെങ്ത് ഓഫ് ഇൻക്ലൈൻഡ് സർഫസ് കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ S equal to 5 divided by sin 30 എന്ന് പറയുമ്പോൾ 1/√2 നേരെ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പോകുന്നു. that is equal to 10 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഹൈപ്പോട്ടനസ് എത്രയാടാ? ദിസ് വൺ ഈസ് 10 മീറ്റർ. ക്ലിയർ അല്ലേടാ? റെഡിയാണോ? ഓക്കെ, ദെൻ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി ഓഫ് ബ്ലോക്ക് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഇൻക്ലൈൻ. അതായത് ഈ ഇൻക്ലൈൻ സർഫസിന്റെ ബോട്ടത്തിലുള്ള വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി അല്ലേ കണ്ടുപിടിക്കാനുള്ളത്? ദെൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as എന്ന ഇക്വേഷൻ അല്ലേ? ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ടേം വേണ്ട. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2as. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. റൂട്ട് ഓഫ് 2 ഇൻറ്റു ആക്സിലറേഷൻ പറയുമ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാടാ? 2.5 ഇൻറ്റു
എസ് എന്ന് പറയുന്നത് യെസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 10. വി ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ? √50 ആണ്. √50 എത്രയാ? ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു 7.07 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, 7.07 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ എവിടെയെങ്കിലും 7.07 ഉണ്ടോ? ഇല്ല. പക്ഷേ 7.07 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വാല്യൂ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം. ഉണ്ടോ? യെസ് ഉണ്ട്. എത്രയാ? 7. റൈറ്റ് ആൻസറാ. മനസ്സിലായോ? ഓപ്ഷൻ സി is the right answer. ഓപ്ഷൻ സി is the right answer. റെഡി അല്ലേടാ? ഓക്കെ, ശരി, അടുത്തതിലേക്ക്. ഓക്കെ, ഫൈൻ. എ ബീഡ് ഈസ് ടൈഡ് ഓൺ വൺ എൻഡ് ഓഫ് എ സ്റ്റിഫ് റോപ്പ് ഓഫ് ലെങ്ത് 1 മീറ്റർ. അതായത് ഒരു റോപ്പ് ഉണ്ട്. ഈ റോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഓക്കെ, ബീഡ് ഈസ് ടൈഡ് ഓൺ ദി എൻഡ് ഓഫ് എ സ്റ്റിഫ് റോപ്പ് ഓഫ് ലെങ്ത് 1 മീറ്റർ. ഈ 1 മീറ്റർ ലെങ്ത് ഉള്ള റോപ്പിന്റെ അറ്റത്ത് ഒരു ബീഡ് കെട്ടിയിട്ടിട്ടുണ്ട്. ഓക്കെ, ബീഡോ സ്റ്റോണോ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ബോളോ എന്ത് വേണമെങ്കിലും ചോദിക്കാം. വിത്ത് ദ അതർ എൻഡ് ഓഫ് ദ റോപ്പ് ആസ് എ സെന്റർ. ഓക്കെ, സംഭവം എന്താണ്? ഇതിന്റെ ഈ എൻഡ് എന്ന് പറയുന്നത് സെന്റർ ആണ്. അപ്പൊ എന്താ സംഭവം? ഇതാണ് റോപ്പ്, 1 മീറ്റർ ആണ്. ഇത് സെന്റർ പോയിന്റ് ആണ്. ഇവിടെയാണ് ബീഡ് ഉള്ളത്. ഓക്കെ, ദ റോപ്പ് ഈസ് റൊട്ടേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ബീഡ് കംപ്ലീറ്റ്സ് 10 revolutions per second. അതായത് സംഭവം സിമ്പിളാ. ഇത് ഇങ്ങനെ കറക്കാം. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കറക്കുന്നുണ്ട്. നോക്ക്, ഇത് ഇങ്ങനെ കറക്കാം. ഓക്കെ, അപ്പോ ഇവിടെ നോക്കിക്കേ, റോപ്പ് ഈസ് റൊട്ടേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ബീഡ് കംപ്ലീറ്റ്സ് 10 revolutions per second. അതായത് ഒരു സെക്കൻഡ് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? 10 വട്ടം സംഭവിക്കുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. The centripetal acceleration of the bead is direct question. ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കിങ് ക്വസ്റ്റ്യൻ ആണല്ലോ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇതില് ഒന്നും ചിന്തിക്കാനില്ല. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. നോക്കി, ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നു. ഞാൻ ആദ്യം ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ഈ സർക്കിൾ വരച്ചിട്ട് നോക്ക്, ഇതാണ് ഇതിന്റെ റോപ്പ് എന്ന് പറയുന്നത്. ഈ റോപ്പിന്റെ ലെങ്ത് 1 മീറ്റർ ആണ്. ഇതാണ് സെന്റർ എന്ന് പറയുന്നത്. ഇവിടെയാണ് എന്തുള്ളത്? ബീഡ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ എന്താണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്? വാട്ട് ഇസ് ദ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആൻഡ് വാട്ട് ഇസ് കോൾഡ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അതായത് ഒരു സർക്കുലർ പാത്തിൽ കൂടെയുള്ള ആക്സിലറേഷൻ ആണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ പറയുന്നത്. സർക്കുലർ പാത്തിൽ കൂടെയുള്ള ആക്സിലറേഷൻ പറഞ്ഞ പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ആൻഡ് ഈ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എങ്ങോട്ടേക്കാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഡയറക്ട്സ് ടുവേർഡ്സ് ദ സെന്റർ ആണ് മക്കളെ. റെഡി അല്ലടാ മക്കളെ? റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ഒരു സർക്കുലർ പാത്തിൽ കൂടെ പോകുന്ന ബോഡിക്ക് ഉണ്ടാകുന്ന ആക്സിലറേഷൻ പറഞ്ഞ പേര് എന്താടാ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ആൻഡ് അത് എങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്? ടുവേർഡ്സ് ദ സെന്റർ. റെഡി അല്ലേ? ഓക്കെ, സോ ഇതാണ് എന്തെന്ന് പറയുന്നതും ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നതും. സംശയം ഉണ്ടോ? ഒരു സംശയം വേണ്ട. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് ഒരു ഡേറ്റ. എന്താണ്? 10 revolutions per second. 10 revolutions per second എന്ന് പറയുന്നത് that is called frequency. Revolutions, number of revolutions per second is equal to എന്താടാ പറടാ? frequency. Number of revolutions per second എന്താടാ? frequency. അങ്ങനെയാണെങ്കിൽ frequency is equal to revolutions per second. എത്രയാടാ? 10. ഓക്കെ, അപ്പൊ ഈ കാര്യം അറിയാത്ത കുട്ടിക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എത്രയാടാ? എന്താടാ? നോക്ക്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ പറയുമ്പോൾ എന്താണ്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഞാൻ AC എന്ന് ഡിനോട്ട് ചെയ്തു. AC is equal to centripetal acceleration ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഒമേഗ സ്ക്വയർ R. എന്താണ്? ഒമേഗ സ്ക്വയർ R. ഓക്കെ, അപ്പൊ ഒമേഗ ഇസ് ഈക്വൽ ടു 2πf എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. ഒമേഗ ഇസ് ഈക്വൽ ടു 2πf നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഡയറക്ട്ലി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് AC ഇസ് ഈക്വൽ ടു സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ, അതായത് 2πf ദ ഹോൾ സ്ക്വയർ. അതായത് 2π ഇൻറ്റു f എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി 10 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു R എന്ന് പറയുമ്പോൾ 1. എന്ത് ചെയ്താൽ മതി? ഡയറക്ട്ലി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അങ്ങനെ AC is equal to 3947 എന്ന് കിട്ടും. 3947 എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇപ്പൊ 3947 എവിടെയെങ്കിലും ഉണ്ടോ?
3947 എന്ന് പറയുന്ന ഓപ്ഷനേ ഇല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ ഓപ്ഷൻ ഇല്ലല്ലോ, നിങ്ങൾ ചെയ്ത ഉത്തരം തെറ്റാണല്ലോ എന്ന്. അല്ല, ഓപ്ഷൻ ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കാം. 3947 ബന്ധപ്പെട്ട് കിടക്കുന്ന അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാടാ? യെസ്, വെരി ഗുഡ്. ഇപ്പൊ നിങ്ങൾ കാണാം, അത് വേറെ ആരുമല്ല, ഓപ്ഷൻ എ 4000. എന്താടാ? 4000. ക്ലിയർ അല്ലേ? ഇപ്പോ 4000 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 4000 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ അല്ലേടാ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, പോവാം. യെസ്, റെഡി. A block of weight 4 kilogram is resting on a smooth horizontal plane. ഓക്കെ, നമുക്ക് ആദ്യം വേറെ ഒന്നുമില്ല, ഫിഗേഴ്സ് വരച്ച് നോക്കാം. ഒരു സ്മൂത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്. ഓക്കെ, ഇരുന്നോട്ടെ. ഓക്കെ, ഇതിന്റെ മുകളിൽ ആരുണ്ട്? ഒരു വെയിറ്റ് ഉണ്ട്, സോറി ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്കിന്റെ വെയിറ്റ് തന്നിട്ട് എത്രയാടാ? 4 കിലോഗ്രാം. ഈ ബ്ലോക്കിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട് എത്രയാണ് മക്കളെ? 4 കിലോഗ്രാം. 4 കിലോഗ്രാം ആണ് ഈ ബ്ലോക്കിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ശരി, ആയിക്കോട്ടെ. ഓക്കെ, ഇത് റെസ്റ്റിലാണ്, മൂവിങ് അല്ലേ? ഇഫ് ഇറ്റ് ഈസ് സ്ട്രക്ക് ബൈ എ ജെറ്റ് ഓഫ് വാട്ടർ, എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൊരു ജെറ്റ് ഓഫ് വാട്ടർ കൊണ്ട് ഇടിക്കുന്നുണ്ട്. ഓക്കെ, ജെറ്റ് ഓഫ് വാട്ടർ നമുക്ക് നീല കൊണ്ട് തന്നെ വരയ്ക്കാം. ഓക്കെ, ജെറ്റ് ഓഫ് വാട്ടറും കൊടുത്തു. ഓക്കെ, ദെൻ at the rate of 2 kilogram per second, 2 kilogram per second, 2 kilogram per second, kilogram per second, അതായത് mass by time, rate of mass flow പഠിച്ചു ഓർക്കുന്നുണ്ടോ? dm/dt കുറച്ച് മുമ്പ് പഠിച്ചു ഓർക്കുന്നുണ്ടോ? യെസ്. അപ്പോ ഇവിടെ നോക്കിക്കേ, ജെറ്റ് ഓഫ് വാട്ടർ അറ്റ് ദ റേറ്റ് 2 kilogram per second. എന്താണ്? 2 kilogram per second. 2 kilogram per second എന്ന് പറയുമ്പോൾ യെസ്, അതെന്താണ്? റേറ്റ് ഓഫ് മാസ് ഫ്ലോ ആണ്. dm/dt എന്ന് പറയുമ്പോൾ എത്രയാടാ? ദാറ്റ് ഈസ് 2 kilogram per second. ഓക്കെ, യെസ്. അത് കഴിഞ്ഞിട്ട് at the speed of 10 meter per second. ഈ വാട്ടർ ജെറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 10 meter per second ആണ്. അങ്ങനെയാണെങ്കിൽ v is equal to എത്രയാടാ? 10 meter per second. ശരി, ഓക്കെ. ദെൻ the initial acceleration of the block, അല്ലേ? ഇവിടെ മര്യാദയ്ക്ക് റെസ്റ്റിലിരിക്കുന്ന സാധനം, അതിലേക്ക് ജെറ്റ് ഓഫ് വാട്ടർ വന്ന് ഇടിക്കുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും ഈ ബ്ലോക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ആവും. അപ്പോൾ ഇതിന് എന്തുണ്ടാവും? ആക്സിലറേഷൻ ഉണ്ടാവും. ആ ഇനിഷ്യൽ ആക്സിലറേഷൻ ആണ് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇനിഷ്യൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇക്വേഷൻ മനസ്സിൽ വരണം. എന്താണ്? യെസ്, ആക്സിലറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ ഫോഴ്സ് ഉണ്ട്, F is equal to ma അല്ലെ? അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി നോക്കിയേ, F is equal to ma എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുന്ന കേസല്ലേടാ? ഓക്കെ, ഇതിലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിലെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ശരി. അപ്പോ ഇവിടെ വേറെ ഒരു ഡേറ്റ ഇല്ലല്ലോടാ. ഫോഴ്സ് ഇല്ല, പക്ഷെ മാസ് ഉണ്ട്. മാസ് എന്ന് പറയുന്ന 4 കിലോഗ്രാം ഉണ്ട്. ഫോഴ്സ് എവിടെ കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ? എന്താണ്? dm/dt ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മൾ പഠിച്ചല്ലോ. u എന്നോ v എന്നോ എങ്ങനെ വേണേ എഴുതിക്കും. ഓക്കെ, dm/dt ഇൻറ്റു വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ആണ്, മൊമെന്റം പെർ സെക്കൻഡ് ആണ്, നമ്മൾ പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ F ഈസ് ഈക്വൽ ടു dm/dt എത്രയാടാ? dm/dt റേറ്റ് ഓഫ് മാസ് ഫ്ലോ, യെസ് 2 ആണ്, വെലോസിറ്റി 10 ആണ്. u എന്നോ v എന്നോ എങ്ങനെ വേണേ ഇരിക്കും കേട്ടോ. തൽക്കാലം നമ്മൾ v എന്ന് എടുത്തതുകൊണ്ട് v എന്ന് തന്നെ എഴുതാം, കൺഫ്യൂഷൻ വേണ്ട. അപ്പോ യെസ്, എന്താണ്? 2 into 10 that is equal to 20 Newton. 2 into 10 is equal to 20 Newton. അല്ലടാ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഡയറക്ട്ലി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വളരെ സിമ്പിൾ. എന്താണ്? F is equal to ma. അപ്പൊ F is equal to F എന്ന് പറയുമ്പോൾ എത്രയാടാ? 20 is equal to മാസ് എന്ന് പറയുമ്പോൾ എത്രയാടാ? 4 ആണ്. ഇൻറ്റു ആക്സിലറേഷൻ അറിയില്ല. അപ്പൊ ആക്സിലറേഷൻ is equal to 20/4 ആണ്. That is equal to 5 meter per second square. കറക്റ്റ് അല്ല മക്കളെ? കണ്ടുപിടിച്ച് കഴിഞ്ഞില്ലടാ. നോക്ക്, ഓപ്ഷൻ ഇ. യെസ്, റൈറ്റ്.
5 meter per second square, right? കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ കീം എക്സാം, ഇത്രയേ ഉള്ളൂ ഫിസിക്സ് എന്ന് പറയുന്ന സാധനം. അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചാൽ മതി. അത്യാവശ്യം കാര്യങ്ങൾ അറിയാമെങ്കിൽ, ബേസിക്സ് അറിയാമെങ്കിൽ എന്തും ചെയ്യും. ഓക്കെ, ബേസിക് നോളജ് ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും. ഏത് പ്രോബ്ലം വേണമെങ്കിലും സോൾവ് ചെയ്യാം. ആരും നിങ്ങളിലേക്ക് ഇടപെടാൻ വേണ്ടി വരില്ല, ആരും നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വരില്ല. ഏത് പ്രോബ്ലം, ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയൊക്കെ വന്നാലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ മക്കളെ. പക്ഷേ ബേസിക്സ് അറിയണം, പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ നിങ്ങൾ വേറെ ലെവലാണ്. ഓക്കെ, റെഡി അല്ലേ? അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, എ സ്റ്റേഷനറി ബോംബ് എക്സ്പ്ലോഡ്സ് ഇൻടു 3 pieces. യുദ്ധ സമയത്ത് ഒരു ബോംബിന്റെ കാര്യം നമുക്ക് പഠിക്കാം. ഓക്കെ, ഒരു സ്റ്റേഷനറി ബോംബ് ഉണ്ട്. ഓക്കെ, വെറുതെ ഇരിക്കുന്ന ഒരു ബോംബ് ഉണ്ട്. ഇത് പൊട്ടിത്തെറിക്കാം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ ഇരിക്കുന്ന ബോംബ് പൊട്ടിത്തെറിക്കാം. ഓക്കെ, ഇന്നു 3 pieces, 3 pieces ആയിട്ട് പൊട്ടിത്തെറിക്കാം. ഓക്കെ, 1 piece of 2 kilogram mass moves with a velocity of 8 meter per second at right angles. ഓക്കെ, ശ്രദ്ധിക്കണം, ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അവിടെ നോക്കിയേ, ഒരു പീസ് എന്താ, ഒരു പീസിന്റെ മാസ് എന്ന് പറയുന്നത് 2 kilogram ആണ്. 2 kilogram മാസ് ഉള്ള സാധനം എന്ന് പറയുന്നത് മാസ് മൂവ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 8 meter per second at right angles. റൈറ്റ് ആംഗിൾസിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, 90 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലല്ലോ. 90 ഡിഗ്രി ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു സംശയം ഇല്ലല്ലോടാ. റൈറ്റ് ആംഗിൾ ആണ്, 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ ബോംബ് പൊട്ടിത്തെറിച്ചിട്ട്, ബോംബ് സ്റ്റേഷനറി റെസ്റ്റ് ഇരിക്കുന്ന ഒരു ബോംബ് പൊട്ടിയിട്ട് 3 പീസസ് ആയിട്ട് പോയി. അത് ഒരു പീസ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾസിലേക്ക് പോയത്. റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആണ്. റൈറ്റ് ആംഗിൾസിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണോ പോയത്, ഇങ്ങോട്ടാണോ പോയത്? സംശയം ഉണ്ടാവും അല്ലേ? റൈറ്റ് ആംഗിൾസ് എന്നേ പറയുന്നുള്ളൂ. അത് ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? റൈറ്റ് ആംഗിൾസിലേക്ക് പോയി. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കണം. അതായത് 1 piece of 2 kilogram mass moves with a velocity of 8 meter per second at right angles to the other piece of mass 1 kilogram moving with a velocity of 12 meter per second. അതായത് ഇവർ തമ്മിൽ എന്താണ്, റൈറ്റ് ആംഗിൾസ് ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ എക്സ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, എക്സ് ഡയറക്ഷനിലേക്ക് പോയത് എന്താണ്, 2 kilogram മാസ് ഉള്ള 8 meter per second. ഓക്കെ, അപ്പൊ 2 kg മാസ് ആണ്, 8 meter per second ആണ്. ഒരു പീസ് അങ്ങോട്ടേക്ക് തിരിച്ചു. ഓക്കെ, ഒരു പീസ് അങ്ങോട്ടേക്ക് തെറിച്ചു. അടുത്ത പീസ് എന്ന് പറയുന്നത് കറക്റ്റ് 90 ഡിഗ്രി റൈറ്റ് ആംഗിൾസിലേക്ക് തെറിച്ചു. അവന്റെ എത്രയാടാ, 1 kilogram മാസ് ആണ്, 12 meter per second വെലോസിറ്റി ആണ്. 1 kilogram മാസ് ആണ്, 12 meter per second എന്താണ്, വെലോസിറ്റി ആണ്. ഇത്രേ ഉള്ളൂ പരിപാടി. If the mass of third piece is 0.5 kilogram, then its velocity is. അപ്പോ തേർഡ് പീസ് എവിടെയോ പോയി. തേർഡ് പീസിന്റെ മാസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എത്രയാടാ, 0.5 kilogram. മാസ് 0.5 kilogram ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി എത്ര? സിമ്പിളാ. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരേ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ റൈറ്റ് ആംഗിൾസ് എടുക്കാൻ അറിയണം. പിന്നെ ഇവര് കണ്ടോ, മാസ് ഓഫ് തേർഡ് പീസ് എന്നിട്ട് 0.5 kilogram. അതിന്റെ ആവശ്യം പോലും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പക്ഷെ തന്നിട്ടുണ്ട്. എന്തിനാ? നിങ്ങളെ കുഴപ്പിക്കാൻ. അങ്ങനെയുണ്ട് കീം എക്സാമിൽ ചില സാധനങ്ങൾ ആവശ്യമില്ലാത്ത തരും, നിങ്ങളെ കുഴപ്പിക്കാൻ തരും. ആവശ്യമില്ലാത്ത സാധനം എടുക്കേ വേണ്ട. കാരണം നിങ്ങൾക്ക് ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടി. എന്തൊക്കെ ഐഡിയ കിട്ടിയത്? എനിക്ക് ചോദ്യമേ അറിയില്ല എന്നിരിക്കട്ടെ. ഇവിടെ നോക്കിക്കേ, ഇവിടെ മാസ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. മക്കളെ, മാസ് വെലോസിറ്റി എന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം, എന്താണ്? മൊമെന്റം അല്ലേ? അതായത് ഈ എക്സ് ഡയറക്ഷനിലേക്ക് പോയ മൊമെന്റം നോക്കിക്കേ. ഈ എക്സ് ഡയറക്ഷനിലേക്ക് പോയ മൊമെന്റം എന്ന് പറഞ്ഞാൽ PX എന്ന് കിട്ടും. PX എന്ന് പറയുമ്പോൾ 8 into 2 മാസ് into വെലോസിറ്റി എത്രയാടാ? 16. ഓക്കെ, ശരി. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ മൊമെന്റം PY എന്ന് പറയുമ്പോൾ that is equal to 1 into 12, that is equal to 12. തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി. വേറെ ഒരു പ്രശ്നമില്ല. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, PX കിട്ടി, PY കിട്ടി. ഓക്കെ, ഇത്ര റെഡി ആക്കിക്കോ. PX കിട്ടി, PY കിട്ടി. നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്? തെറിച്ചു പോയ മൂന്നാമത്തെ പീസിന്റെ വെലോസിറ്റി. എടാ,
സിമ്പിൾ ആണോ? ഇവിടെ നോക്കിയേ, ഇത് റൈറ്റ് ആംഗിൾസ് അല്ലേ? വേറെ ഒന്നുമില്ല മക്കളെ. ഇതിൽ എന്ത് ചെയ്യുക? റിസൾട്ടന്റ് മൊമെന്റം കണ്ടുപിടിക്കാം. എക്സ് ആക്സിസിലെ മൊമെന്റം, വൈ ആക്സിസിലെ മൊമെന്റം. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് മൊമെന്റം കണ്ടുപിടിച്ചാൽ മതി മക്കളെ. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് മൊമെന്റം എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിയേ, പി ആർ റിസൾട്ടന്റ് മൊമെന്റം ഈസ് ഈക്വൽ ടു ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താടാ? ഇവിടെ ആംഗിൾ 90 ഡിഗ്രി, ആംഗിൾ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആയിരിക്കുമ്പോഴും തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കുന്ന സമയത്തും തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കുന്ന സമയത്തും റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ മാറുന്നത് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടന്റ് മൊമെന്റം എന്തായിരിക്കും? ഓക്കെ, എന്തായിരിക്കും? ഈസിയാ, സ്ക്വയർ റൂട്ട് ഓഫ് പി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ, വേറെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് മൊമെന്റം പി ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി എക്സ് സ്ക്വയർ എത്രയാടാ? 16 സ്ക്വയർ, 16 സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ എത്രയാടാ? യെസ് 12 സ്ക്വയർ. അപ്പൊ പി ആർ ഈസ് ഈക്വൽ ടു, ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം മക്കളെ, യു വിൽ ഗെറ്റ് 20. യു വിൽ ഗെറ്റ് 20. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. യെസ്, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഇപ്പൊ ലോസ് ഓഫ് മോഷനിലെ ഒരുപാടധികം പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചായിരുന്നു. നമുക്ക് ഒന്നുകൂടെ അതിലേക്ക് ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. നോക്കിക്കേ, അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചതാ. സൂപ്പർ. അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും ഈ ക്ലാസ് കണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാടധികം ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാടധികം ഇൻഫോർമേഷൻസ് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കറക്റ്റ് അല്ലടാ? കറക്റ്റ് അല്ലേ? ഓക്കെ, സോ നമുക്ക് ഇനി മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പോ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് വരച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ഇക്വേഷൻസും പുതിയ പുതിയ കേസും പുതിയ ടിപ്പും ട്രിക്കും എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? മോർ ആൻഡ് മോർ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഒരുപാടധികം കീമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇപ്പൊ തന്നെ ഷെയർ കൊടുക്കുക മക്കളെ. എല്ലാവരും ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് ക്ലാസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മക്കളെ. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.